warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsanin ila yawmiddin amma ba'd. ദർസുൽ ഖുർആനിന്റെ പ്രതിവാര ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ വിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ അധ്യായം സൂറ അൽ മുംതഹനയിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. 6-ാമത്തെ ക്ലാസ്സിൽ 10, 11 വചനങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കർമ്മശാസ്ത്ര വിധികൾ, ഹുക്കുമുകൾ ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. വിശ്വാസികൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ ആയത്തുകളിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ. അല്പം സുദീർഘമായ ഒരായത്തും അതിനോട് ചേർന്ന് ചെറിയ ഒരായത്തും, ഇങ്ങനെ 2 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إذا جاءكم المؤمنات مهاجرات فامتحنوهن الله أعلم بإيمانهن فإن علمتموهن مؤمنات فلا ترجعوهن إلى الكفار لا هن حل لهم ولا هم يحلون لهن وآتوهم ما أنفقوا. 1-ാമത്തെ ആയത്തിലെ ഏകദേശം പകുതി ഭാഗമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സുപ്രധാന വിധികളും കാര്യങ്ങളുമൊക്കെ അടങ്ങുന്ന 2 വചനങ്ങളാണിത്. ഈ വചനങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടായതാണെങ്കിലും പിന്നീട് ഇസ്ലാമിൽ അത് ചില പ്രധാന നിയമവശങ്ങളായി മാറുകയും ആ നിയമം ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ആയത്ത് അവതരിക്കുന്നത് ഹുദൈബിയ സന്ധി വ്യവസ്ഥകൾ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ്. ഈ ഒരു പശ്ചാത്തലം നമ്മൾ അറിഞ്ഞ് ഈ ആയത്തുകളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹുദൈബിയ സന്ധി ഒരുപാട് വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ചരിത്രപ്രസിദ്ധമായ ഒരു സന്ധിയാണ്. ആ സന്ദർഭത്തിൽ അതല്ലെങ്കിൽ ആ സന്ധി നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു വചനം എന്നുള്ള നിലക്ക് ഇതിന്റെ സന്ദർഭമറിയൽ, ഇതിലെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതുമായി ഏറെ ബന്ധമുണ്ട്. സന്ധി വ്യവസ്ഥ അനുസരിച്ച് അതിലൊരു വ്യവസ്ഥ ആ സന്ധി നിലനിൽക്കുന്ന കാലം അത്രയും മുശ്രിക്കുകളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം പക്ഷത്തേക്ക് വന്നാൽ
അവരെ സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ലെന്നും അവരെ തിരിച്ചയക്കണമെന്നും, എന്നാൽ മുസ്ലിം പക്ഷത്തു നിന്ന് സന്ധി കാലയളവിൽ ആരെങ്കിലും മറുവശത്തേക്ക് മുശ്രിക്കീങ്ങളുടെ പക്ഷത്തേക്ക് പോയാൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല എന്നുമുള്ള വ്യവസ്ഥ നിലവിലുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ അവതരിക്കുന്നത്. നമ്മൾ വായിച്ചു വെച്ച ആയത്തിന്റെ അർത്ഥം, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇദാ ജാഅക്കുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ, സത്യവിശ്വാസിനികൾ മുഹാജിറുകളായിട്ട് അഥവാ പലായനം ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ട് സത്യവിശ്വാസിനികളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, ഫംതഹിനൂഹുൻ, നിങ്ങൾ അവരെ പരിശോധിച്ച് പരീക്ഷിച്ചറിയണം. അവരുടെ വിശ്വാസം ശരിയാണോ, അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിനികൾ തന്നെയാണോ എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് പരീക്ഷിച്ചറിയണം. അല്ലാഹു അഅലമു ബി ഈമാനിഹിൻ, അവരുടെ വിശ്വാസം എന്താണ് എന്നുള്ളത് അള്ളാഹുവിനാണ് ഏറ്റവും അധികം അറിയുക. പക്ഷേ അതേ പടച്ചവൻ തന്നെ നബിയോടും സഹാബത്തിനോടും പറയാണ്, നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുമ്പോൾ അവരെ നിങ്ങൾ പരീക്ഷിച്ചറിയണം. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ഫഇൻ അലിംതുമുഹുന്ന മുഅ്മിനാത്തിൻ, അവർ സത്യവിശ്വാസിനികൾ തന്നെയാണ്, യഥാർത്ഥത്തിൽ അവർ സത്യവിശ്വാസിനികൾ തന്നെയാണ്, വെറുതെ പറയുന്നതല്ല, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ട് പറയുന്നതല്ല, അവർ സത്യവിശ്വാസിനികൾ തന്നെയാണ് എന്ന് നിങ്ങളുടെ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ, ഫലാ തർജിഉഹുന്ന ഇലൽ കുഫാർ, സത്യനിഷേധികളിലേക്ക് പിന്നെ നിങ്ങൾ അവരെ തിരിച്ചയക്കാൻ പാടില്ല. ലാ ഹുന്ന ഹില്ലുൽ ലഹും, അവർക്ക് ആ സത്യവിശ്വാസിനികൾ അനുവദനീയമല്ല. വലാഹും യഹില്ലൂന ലഹുന്ന, ആ അവിശ്വാസികൾ ഈ സത്യവിശ്വാസിനികൾക്കും അനുവദനീയമല്ല. ഇതാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന കാലയളവിൽ അതിലുള്ള ഒരു വ്യവസ്ഥയാണ്, മുസ്ലിം പക്ഷത്തു നിന്ന് ആരെങ്കിലും തങ്ങൾ അങ്ങോട്ട് അവിശ്വാസികളുടെ പക്ഷത്തേക്ക് പോയാൽ ആ അവിശ്വാസികൾക്ക് അവരെ തിരിച്ചയക്കേണ്ടതില്ല, മുസ്ലിം പക്ഷത്തേക്ക് തന്നെ തിരിച്ചയക്കേണ്ടതില്ല. എന്നാലോ അമുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം പക്ഷത്തേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം എന്നും ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ആ വ്യവസ്ഥ അനുസരിച്ച് ഈ സന്ധി നിലനിൽക്കുന്ന കാലത്താണ് ഈ ആയത്ത് അവതരിക്കുന്നത്. പല ആളുകളും തങ്ങൾ സത്യവിശ്വാസിനികളാണ്, തങ്ങൾ ഹിജ്റക്ക് പോകാനുള്ളവരാണ്, ആഗ്രഹിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയുണ്ടായി. എന്നാൽ ഈ ഹിജ്റക്ക് ഒരുങ്ങിക്കൊണ്ട് വന്നിരുന്ന ആ സ്ത്രീകളെ അവരെ തിരിച്ചു തരണമെന്ന് അവിശ്വാസികൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സംഭവം വിവാഹിതകളായ സത്യവിശ്വാസിനികൾ മുഹാജിറുകളായി അല്ലെങ്കിൽ പ്രവാചക പക്ഷത്തേക്ക്, ഇസ്ലാമിക പക്ഷത്തേക്ക് വരുമ്പോ അവരെ പരീക്ഷിച്ചറിയണം. അവർ സത്യവിശ്വാസിനികൾ തന്നെയാണോ എന്നവരെ പരീക്ഷിച്ചറിയണം. അങ്ങനെ പരീക്ഷിച്ച് അവർ സത്യവിശ്വാസിനികൾ തന്നെയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവരെ അവിശ്വാസികളിലേക്ക് തിരിച്ചേക്കാൻ പാടില്ല. ഇതാണ് ഖുർആൻ പറയുന്നത്. സന്ധി വ്യവസ്ഥയിൽ അവരുടെ പക്ഷത്തു നിന്ന് ഇങ്ങോട്ട് ആളുകൾ വന്നാൽ തിരിച്ചയക്കണമെന്നാണ്. പക്ഷേ ഇങ്ങനെ വിശ്വാസിനികളായ സ്ത്രീകൾ, പുരുഷന്മാരല്ല, സ്ത്രീകൾ മുസ്ലിം പക്ഷത്തേക്ക് വന്നപ്പോ നബി തിരുമേനി സഹാബികളും അവരെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളായി തന്നെ വന്നവരാണ്. വേറെ രാജ്യത്തേക്ക് പോകാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം നാട് വിടാനുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല, വിശ്വാസത്തിന്റെ പേരിലാണ് അവർ വന്നിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും മനസ്സിലായി. അപ്പൊ അവരെ തിരിച്ചയച്ചില്ല. ഈ സന്ദർഭത്തിൽ അവിശ്വാസികൾ വന്ന്, മുശ്രിക്കുകൾ വന്ന് പ്രവാചകനോട്
നമ്മുടെ വ്യവസ്ഥയിൽ ഇങ്ങനെ തിരിച്ചയക്കണം എന്നുണ്ട്. അതുകൊണ്ട് അവരെ തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നതാണ് ആ നിയമമെന്നും, എന്നാൽ സ്ത്രീകളുമായി ആ നിയമത്തിന് ബന്ധമില്ല, അതിൽ അവർ ഉൾപ്പെടുകയില്ല എന്ന് പ്രവാചകൻ അവരെ അറിയിക്കുകയും അങ്ങനെ വിശ്വാസിനികളായി വന്ന ആ സ്ത്രീകളെ ഖുർആനിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചയക്കാതിരിക്കുകയും ചെയ്തു. അല്പം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സന്ധി വ്യവസ്ഥ ബാധിക്കുന്നത് പുരുഷന്മാരെ മാത്രമാണ്. സത്യവിശ്വാസിനികളും വിവാഹിതകളുമായ സ്ത്രീകൾ വിശ്വാസത്തിന്റെ പേരിൽ അവിടം വിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവരെ തിരിച്ചയക്കാൻ പാടില്ല. കാരണം അവർക്ക് തിരിച്ചു ചെന്നാൽ പിന്നെ അവർക്ക് അഭയം നൽകാൻ ആരുമില്ല. അവരുടെ ഭർത്താക്കന്മാർ അവിശ്വാസികളായി തന്നെ തുടരുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അവർ ശരിയായ വിശ്വാസിനികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ അവരെ ആ അവിശ്വാസികളിലേക്ക് തിരിച്ചയക്കാൻ പാടില്ല. فَإِنْ عَلِمْتُمُوهُنَّ مُؤْمِنَاتٍ فَلَا تَرْجِعُوهُنَّ إِلَى الْكُفَّارِ. വളരെ കൃത്യമായി പടച്ചവൻ നിയമം അവതരിപ്പിക്കുകയാണ്. അവർ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസിനികളാണെങ്കിൽ, അവർ വിവാഹിതകളുമാണെങ്കിൽ, അവർ സത്യവിശ്വാസിനികളായി മുസ്ലിം പക്ഷത്തേക്ക് വന്നാൽ പിന്നെ അവർക്കിടയിലുള്ള വിവാഹബന്ധം തന്നെ വേർപ്പെടുകയാണ്. പിന്നെ അവര് തിരിച്ചുപോയാൽ ആ അവിശ്വാസികൾ അവർക്ക് സംരക്ഷണം നൽകുകയില്ലെന്ന് മാത്രമല്ല, ആ ബന്ധം തുടരുവാനും അനുവാദമില്ല. കാരണം ലാഹുന്ന ഹില്ലുല്ലഹും വലാഹും യഹില്ലൂന ലഹുന്ന, നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും, അഥവാ ഈ മുസ്ലിങ്ങളായ സത്യവിശ്വാസിനികൾ അവിശ്വാസികളായ അവരുടെ ഭർത്താക്കന്മാർക്ക് അനുവദനീയമല്ല. അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പുരുഷനാണ് മുസ്ലിം പക്ഷത്തേക്ക് വന്നതെങ്കിൽ അയാളുടെ ഭാര്യ അവിശ്വാസിയാണ് എങ്കിൽ ആ മുസ്ലിമായ മനുഷ്യൻ അയാളും അവിശ്വാസിയായ ഭാര്യയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞു. ഇതാണ് ഇസ്ലാമിയുടെ കൃത്യമായി പറയുന്ന ഒരു നിയമം. അപ്പം ഒന്നാമതായി അവിശ്വാസികളുടെ പക്ഷത്തു നിന്ന് വന്ന വല്ല സ്ത്രീകളും തങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞ് മുസ്ലിം പക്ഷത്തേക്ക് അഭയാർത്ഥികളായി വന്നാൽ അവരുടെ വാദത്തെ, അവരുടെ വിശ്വാസിനികളാണ് എന്ന ആ വാദമുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ കാര്യം, അത് പ്രവാചകനും അനുയായികളും അവരെ പരീക്ഷിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ പരീക്ഷിച്ച് ഉറപ്പുവരുത്തുമ്പം അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം ശരിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയും. പക്ഷേ നബി തിരുമേനിക്കും സഹാബത്തിനും അറിയില്ലല്ലോ. അതുകൊണ്ട് അവരങ്ങനെ വരുമ്പോൾ അവരെ പരീക്ഷിച്ചറിയണം. അങ്ങനെ അവർ കൃത്യമായി യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസിനികളാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിശ്വാസികളിലേക്ക് അവരെ തിരിച്ചയക്കാൻ പാടില്ല. കാരണം എന്താ? അവരും ആ അവിശ്വാസികളായ അവരുടെ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം വേർപെട്ട് കഴിഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, അവിശ്വാസികളിൽ നിന്ന് വിശ്വാസിയായി അയാളുടെ ഭാര്യ, ഒരാളുടെ അവിശ്വാസിയാണ്, അയാളുടെ ഭാര്യ മുസ്ലിം പക്ഷത്തേക്ക് വന്നു, വിശ്വാസിയാകുന്നു എങ്കിൽ പിന്നെ അവൾക്ക് ആ ഭർത്താവിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. കാരണം ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹബന്ധം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് അവൾ മുസ്ലിമായതോടുകൂടി തന്നെ അവളുടെ വിവാഹബന്ധം വേർപ്പെടുകയാണ്. ഇനി പുരുഷനാണ് മുസ്ലിമായി വിശ്വാസപക്ഷത്തേക്ക് വരുന്നു, അയാളുടെ ഭാര്യ അവിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയാണ് എങ്കിൽ അവർ തമ്മിലുള്ള അതുവരെയുള്ള വൈവാഹിക ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ പാടില്ല. ഇത് ഇസ്ലാം നിശ്ചയിച്ചൊരു നിയമമാണ്. ഈ ആയത്ത് അവതരിച്ചതോടുകൂടി അത് ഇസ്ലാമിൽ നിയമമാവുകയും ചെയ്തു. അപ്പൊ അവിശ്വാസികളുടെ സമൂഹത്തിൽ നിന്ന് വിവാഹിതയായ ഒരു സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലേക്ക് വന്നാൽ എന്തു ചെയ്യണമെന്ന ഒരു നിയമമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അവൾ അവിശ്വാസികളുടെ സമൂഹത്തിലേക്ക് തിരിച്ചയക്കപ്പെടാൻ പാടില്ല, അവരെ തിരിച്ചയക്കാൻ പാടില്ല. ഇസ്ലാം ആശ്ലേഷിച്ച ഒരു സ്ത്രീക്ക് ഒരവിശ്വാസിയുമായി
അല്ലെങ്കിൽ അവിശ്വാസിയായ തന്റെ ഭർത്താവുമായി വിവാഹബന്ധം പാടില്ല എന്നുള്ളതാണ്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവർ എന്താണോ അവരുടെ ഭർത്താക്കന്മാർ വിവാഹമൂല്യമായി ആ സമയത്ത് ഈ മുസ്ലിമായി വന്ന സ്ത്രീക്ക് നൽകിയിരുന്നത്, അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ അവർക്ക് നൽകണം. ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിവാഹമൂല്യം അഥവാ മഹറിന്റെ പ്രാധാന്യം. ഇന്ന് പലപ്പോഴും മഹറിന് വലിയ പ്രാധാന്യം നൽകാതെ മറ്റു പലതിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ മഹർ എന്നതിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം കൂടെ വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അവൾ വിശ്വാസിനിയായി മുസ്ലിം പക്ഷത്തേക്ക് വന്നാൽ അവിശ്വാസിയായ അവളുടെ ഭർത്താവിലേക്ക് അവളെ നിങ്ങൾ തിരിച്ചയക്കാൻ പാടില്ല. കാരണം ആ വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞു. അവളുടെ ഭർത്താവ് അവിശ്വാസിയാണെങ്കിലും വിവാഹ സമയത്ത് അയാൾ ഇവൾക്ക് വിവാഹമൂല്യം മഹർ നൽകിയിട്ടുണ്ടെങ്കിൽ ആ മഹർ ഈ മുസ്ലിങ്ങൾ അവർക്ക് തിരിച്ചു നൽകണം എന്നാണ് അള്ളാഹു പറയുന്നത്. അതിനുശേഷം അടുത്തു പറയാ, ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن ولا تمسكوا بعصم الكوافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم. ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് എന്താ അറിയോ? വാതു മാ അൻഫഖു, ആ വിവാഹ സമയത്ത് അവർ നൽകിയ വിവാഹമൂല്യം ആ അവിശ്വാസിയായ ഭർത്താവിന് മുസ്ലിങ്ങൾ തിരിച്ചു നൽകണം. പിന്നെ പറയാ വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹുഹുന്ന, ആ മുസ്ലിമത്തായി വന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല. ഇദാ ആതൈതുമുഹുന്ന ഉജൂറഹുന്ന, അവർക്ക് അവരുടെ വിവാഹമൂല്യം മഹർ നൽകിക്കൊണ്ട് നിങ്ങൾ അവരെ വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പം ഒരു അവിശ്വാസികളായ ദമ്പതികൾ അവരിൽ നിന്ന് ഭാര്യ മുസ്ലിമാകുന്നു എങ്കിൽ അവർക്കിടയിലുള്ള വിവാഹബന്ധം വേർപെട്ടു. കാരണം ഭർത്താവ് അവിശ്വാസിയായി തന്നെ തുടരുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? മുസ്ലിങ്ങൾ അയാൾ അവൾക്ക് കൊടുത്തിരുന്ന വിവാഹമൂല്യം തിരിച്ചു നൽകണം. അതിനുശേഷം അവൾക്ക് വിവാഹമൂല്യം നൽകി മുസ്ലിങ്ങളിൽ ആർക്കും അവിടെ വിവാഹം കഴിക്കാം എന്നതാണ് നിയമം. ഇത് പറയുമ്പോൾ തന്നെ ഒരു പുരുഷനാണ് യഥാർത്ഥത്തിൽ മുസ്ലിമായി വന്നു, അയാളുടെ ഭാര്യ അവിശ്വാസിയായി തന്നെ തുടരുകയാണ് എങ്കിൽ അയാൾ നൽകിയ വിവാഹമൂല്യം അവർ തിരിച്ചു നൽകണം. അവളോ അല്ലെങ്കിൽ അവളുടെ ആ അവിശ്വാസ പക്ഷത്തിൽ നിന്നോ അത് തിരിച്ച് മുസ്ലിമായ ആ മനുഷ്യന് നൽകണം. കാരണം അയാൾ മുസ്ലിമായതോടുകൂടി അവർക്കിടയിലുള്ള വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞു. ചുരുക്കത്തിൽ അവിശ്വാസികളായ സ്ത്രീയും പുരുഷനും അവരിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള് അവിശ്വാസത്തിൽ തന്നെ തുടരുന്നു എങ്കിൽ അവർക്കിടയിൽ പിന്നെ വിവാഹബന്ധം നിലനിൽക്കുകയില്ല. അവർ ആരാണോ വിവാഹമൂല്യം നൽകിയത് ആ നൽകിയവർക്ക് അത് അവർ തിരിച്ചു കൊടുക്കണം എന്ന വളരെ കൃത്യമായ ഒരു നിയമം അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം അവരുടെ യുദ്ധകാലാവധിയൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മുസ്ലിമിന് വിവാഹമൂല്യം നൽകി അവളെ വിവാഹം കഴിക്കാൻ സാധിക്കുമെങ്കിൽ ലാ ജുനാഹ അലൈക്കും, അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല എന്ന കാര്യം കൂടെ അള്ളാഹു ഇവിടെ വ്യക്തമായി പറയുകയാണ്. അതിനുശേഷം അള്ളാഹു പറയാണ്, വലാ തുംസിക്കു, നിങ്ങൾ അവരെ പിടിച്ചു വെക്കരുത്, ബിഇസ്മിൽ കവാഫിരി, ആ അവിശ്വാസികളുമായുള്ള കെട്ടുബന്ധം അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ നിങ്ങൾ തുടരുവാൻ പാടില്ല. വസ്അലൂ മാ അൻഫഖ്തും, നിങ്ങൾ എന്താണോ വിവാഹമൂല്യമായി നൽകിയത്
അത് നിങ്ങളോ അവരോട് ചോദിക്കുക. മാത്രമല്ല അവർ ചെലവഴിച്ച വിവാഹമൂല്യമുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങളോടും ചോദിക്കാം എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ പുരുഷനെ വന്നാലും സ്ത്രീ വന്നാലും ഇരു കൂട്ടരും ആരാണോ വിവാഹമൂല്യം നൽകിയത് അവർക്ക് തിരിച്ചു നൽകൽ ബാധ്യതയാണ്. അവർ അവിശ്വാസികളല്ലേ, ഇനി അവളുടെ അല്ലെങ്കിൽ അവരുടെ വിവാഹമൂല്യം നൽകേണ്ടതില്ല എന്ന് വിചാരിക്കാൻ വിശ്വാസികൾക്ക് പറ്റില്ല. അവരുടെ വിവാഹമൂല്യം മുസ്ലിങ്ങളെങ്കിലും അവർക്ക് തിരിച്ചു നൽകണം. കാരണം അവളുടെ ഭർത്താവ് അവിശ്വാസിയായി തുടരുകയാണ്. അപ്പൊ കല്യാണ സമയത്ത്, വിവാഹ സമയത്ത് അയാൾ നൽകിയ വിവാഹമൂല്യം മുസ്ലിങ്ങൾ അവർക്ക് തിരിച്ചു നൽകണം. ഇനി ആണാണ്, പുരുഷനാണ് മുസ്ലിം ആയതെങ്കിൽ, അവിശ്വാസിയാണ് അയാളുടെ ഭാര്യയെങ്കിൽ അയാൾ നൽകിയ വിവാഹമൂല്യം അവൾ അയാൾക്ക് തിരിച്ചു നൽകണം. അവൾക്ക് കഴിയില്ലെങ്കിൽ ആ അവിശ്വാസികൾ അവർ അയാൾക്കത് തിരിച്ചു നൽകണം. ഇതാണ് ഖുർആൻ പറയുന്ന സുപ്രധാനമായ ഒരു നിയമം. അതാണ് അള്ളാഹു പറയുന്നത്. ഇനി അവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോട് ചോദിക്കണം. വസ്അലു മാ അൻഫഖ്തും, അതേപോലെ തന്നെ വൽയസ്അലു മാ അൻഫഖു, അവര് വിവാഹ സമയത്ത് ഇതേപോലെ വിവാഹമൂല്യം എന്തെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങളോടും ചോദിക്കാം, നിങ്ങൾ അത് നൽകണം. ഇതാണ് അള്ളാഹു പറയുന്നത്. അതോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം, വലാ തുംസികൂ ബിഇസ്മിൽ കവാഫിരി, ആ അവിശ്വാസികളുമായുള്ള വിവാഹബന്ധം നിങ്ങൾ ഒരിക്കലും തന്നെ നിലനിർത്താൻ പാടില്ല. അപ്പൊ സ്ത്രീ മുസ്ലിമായി തീരുകയും പുരുഷൻ അവിശ്വാസത്തിൽ നിലകൊള്ളുകയുമാണെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടും. അതുപോലെ തന്നെ പുരുഷൻ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം സ്ത്രീ അവിശ്വാസത്തിൽ ഉറച്ചു നിന്നാലും വിവാഹബന്ധം തുടരാവുന്നതല്ല, ബന്ധം ദുർബലപ്പെട്ടു പോകും. സ്ത്രീ മുസ്ലിമാവുക നിമിത്തം വിവാഹബന്ധം വേർപെട്ടു പോകുമ്പോൾ ആ സ്ത്രീയെ മഹർ നൽകി മുസ്ലിം പക്ഷത്തുള്ള ആർക്കും വിവാഹം ചെയ്യുന്നതിന് വിരോധമില്ല എന്നുകൂടെ പറയുന്നു. അതിനോട് ചേർത്ത് തന്നെയാണ് മുൻ വിവാഹങ്ങളിൽ ആ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാർ കൊടുത്തിട്ടുള്ള മഹർ അല്ലെങ്കിൽ വിവാഹമൂല്യം മുസ്ലിങ്ങൾക്ക് അവിശ്വാസികളുടെ ഭാഗത്തു നിന്നും അവിശ്വാസികൾക്ക് മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നും ഈടാക്കാവുന്നതാണ്, തിരിച്ചു വാങ്ങാവുന്നതാണ്. ഇനി ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണങ്ങളോട് കൂടെ നൽകുന്നുണ്ട്. ഈ നിയമങ്ങളൊക്കെ പറയുമ്പോഴും അള്ളാഹു പറയാ, ദാലിക്കും ഹുക്കുമുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. യഹ്കുമു ബൈനക്കും, അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്ന. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ സുദീർഘമായ ഈ 10ാമത്തെ വചനത്തിന്റെ വിശദീകരണമാണ് നമ്മൾ നൽകിയത്. അതിനുശേഷം ഒരു കാര്യം കൂടെ അള്ളാഹു ചേർത്ത് പറയാ, അതാണ് അടുത്ത ആയത്ത്. وَإِن فَاتَكُمْ شَيْءٌ مِّنْ أَزْوَاجِكُمْ إِلَى الْكُفَّارِ فَعَاقَبْتُمْ فَآتُوا الَّذِينَ ذَهَبَتْ أَزْوَاجُهُمْ مِثْلَ مَا أَنفَقُوا وَاتَّقُوا اللَّهَ الَّذِي أَنْتُمْ بِهِ مُؤْمِنُونَ. ഇവിടെ പഠിച്ചോൻ പറയുന്ന കാര്യം എന്താ അറിയാം? وَإِن فَاتَكُمْ شَيْءٌ مِّنْ أَزْوَاجِكُمْ إِلَى الْكُفَّارِ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാർ അവിശ്വാസികളിലേക്ക് അവരുടെ പക്ഷത്തേക്ക് പോയി അങ്ങനെ നിങ്ങൾക്ക് ഈ ഇണകളെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഫആഖബതും, നിങ്ങൾ അതിനെ അനന്തര നടപടി സ്വീകരിക്കണം. ഫആത്തുല്ലദീന ദഹബത് അസ്വാജുഹും, ഇനി ഏതൊരുവന്റെ ഇണയാണ് അപ്പുറത്തേക്ക് മറുപക്ഷത്തേക്ക് പോയതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ മിസ്ലമ അൻഫഖു, ആ ഭർത്താക്കന്മാർ എന്തൊന്ന് ചെലവഴിച്ചോ, മഹർ ചെലവഴിച്ചോ, ആ മഹർ നിങ്ങൾ തിരിച്ചു വാങ്ങണം. അപ്പോ ഫഇൻ ഫാതകും ശൈഉം മിൻ അസ്വാജികും ഇലൽ കുഫാരി, നിങ്ങളുടെ ആരുടെയെങ്കിലും ഇണ അവിശ്വാസികളുടെ പക്ഷത്തേക്ക് പോവുകയാണ്, സ്വാഭാവികമായും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള വിവാഹബന്ധം വേർപ്പെടും. ഫആഖബതും, അപ്പൊ നിങ്ങൾ അതിന്റെ അനന്തര നടപടികൾ സ്വീകരിക്കണം.
ഫആത്തുല്ലദീന ദഹബത് അസ്വാജുഹും, ഇനി ഏതൊരുവന്റെ ഭാര്യമാരാണ് അല്ലെങ്കിൽ ഏതൊരുത്തരുടെ ഭാര്യമാരാണ് അപ്പുറത്തേക്ക് അവിശ്വാസത്തിലേക്ക് പോയതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? മിസ്ലമ അൻഫഖു, അവർ ചെലവഴിച്ചത് നിങ്ങൾ ആ ഭർത്താക്കന്മാർക്ക് നൽകണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അത് അവിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് ഈടാക്കണം. ഇനി അതിന് കഴിയില്ലെങ്കിൽ മുസ്ലിം പക്ഷത്ത് നിന്ന് ആ മഹർ അല്ലെങ്കിൽ വിവാഹമൂല്യം സ്വരൂപിച്ചുകൊണ്ട് ആരുടെ ഭാര്യയാണോ അവിശ്വാസിയായിപ്പോയത് അവളുടെ ഭർത്താവിന് നൽകണം. ഇനി അങ്ങനെ നൽകാൻ മുസ്ലിം പക്ഷത്ത് പണമില്ലെങ്കിലും ഗനീമത്ത് സ്വത്ത് പോലെയുള്ള പൊതു സ്വത്തിൽ നിന്ന് അയാൾക്ക് വിവാഹമൂല്യം നൽകണം. കാരണം അയാളുടെ ഭാര്യ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവൾ അല്ലെങ്കിൽ അവർ ആ മഹർ തിരിച്ചു നൽകിയിട്ടുമില്ല എങ്കിൽ മുസ്ലിങ്ങൾ അത് നൽകണം. ഇനി മുസ്ലിങ്ങളുടെ പൊതു ഖജനാവിൽ നിന്ന് അങ്ങനെ നൽകാൻ വകയില്ലെങ്കിൽ ഗനീമത്ത് സ്വത്ത് ലഭിക്കുമ്പോൾ അതിൽ നിന്നെങ്കിലും അത് നൽകിയതിന് ശേഷമേ ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കാൻ, അഥവാ യുദ്ധാർജിത മുതൽ യുദ്ധം വഴി ലഭിക്കുന്ന സ്വത്ത് ഓഹരി വെക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ തീർത്തതിന് ശേഷം എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ അവിശ്വാസികൾ ആ മഹർ തിരിച്ചു നൽകണം. ഇനി അവർ തിരിച്ചു നൽകുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ അവരിൽ നിന്ന് അത് ഈടാക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ ഈടാക്കണം. അതുവരെ മുസ്ലിം പക്ഷത്തിൽ നിന്ന് ആ മനുഷ്യന് ഭാര്യ നഷ്ടപ്പെട്ട അയാൾക്ക് അത് നൽകണം. അല്ലെങ്കിൽ യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് നൽകണം. ഈ പറയുന്നത് അത്രയും വിവാഹമൂല്യം മഹർ എന്നതിന് എന്തുമാത്രം പ്രാധാന്യവും ഗൗരവവും ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആയാൽ പോലും ഇരു കൂട്ടരും മഹർ തിരിച്ചു നൽകണം എന്ന് പറയുമ്പോൾ ഒരാൾ അവിശ്വാസത്തിലേക്ക് പോയി, ഭാര്യയാകട്ടെ അല്ലെങ്കിൽ ഭർത്താവാകട്ടെ, അപ്പൊ മഹർ തിരിച്ചു നൽകാൻ അവകാശപ്പെട്ടവർ നൽകണം എന്ന് പറയുമ്പോൾ ആ മഹറിന്റെ പ്രാധാന്യം വളരെ കൃത്യമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിക വിവാഹത്തിൽ മഹറിനുള്ള സ്ഥാനവും അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവവും ഇസ്ലാമിൽ എന്തുമാത്രം വമ്പിച്ചതാണെന്ന് ഈ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കും. പക്ഷെ എന്നിട്ടും ഒരു മാമൂൽ എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു നിയമപരമായ ഒരു ചടങ്ങ് എന്ന രൂപത്തിൽ മാത്രമേ പല സാധാരണക്കാരും പണ്ഡിതന്മാർ പോലും മഹറിനെ കണക്കാക്കുന്നുള്ളൂ എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മഹറിന്റെ പ്രാധാന്യമാണ് ഈ പറഞ്ഞതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനുള്ളത്. അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഇവിടെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയാണ്, വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, ഏതൊരു കാര്യത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ആ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ നിയമ നടപടികളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇസ്ലാമിലെ നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ രണ്ട് വചനങ്ങളും എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇവയുടെ അവതരണത്തോടു കൂടി ഇസ്ലാമിലെ ഇതെല്ലാം, ഈ പറയപ്പെട്ട നിയമങ്ങളെല്ലാം ഇസ്ലാമിലെ അംഗീകൃതമായ നിയമങ്ങളായി തീർന്നു എന്നതാണ് വാസ്തവം. അപ്പൊ ഇന്നും നിലനിൽക്കുന്ന ഒരു നിയമമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പ് ഇവയെക്കുറിച്ച് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്ന സൈനബ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചിരുന്ന അബുൽ ആസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുസ്ലിം അല്ലായിരുന്നു. മക്കയിൽ താമസിക്കുമ്പോൾ സൈനബ റളിയല്ലാഹു അൻഹ ആദ്യമേ മുസ്ലിം ആയിരുന്നു. എന്നാൽ അബുൽ ആസി മുസ്ലിം അല്ലായിരുന്നു. പിന്നീട് അയാൾ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ബന്ധിതനായി മദീനയിലെത്തിയ അയാളുടെ മോചനത്തിനു വേണ്ടി സൈനബ റളിയല്ലാഹു അൻഹ അവരുടെ മാതാവായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ഒരു ആഭരണം, അത് മോചനദ്രവ്യമായി മദീനയിലേക്ക് പ്രവാചകന് കൊടുത്തയച്ചു. ആ ആഭരണം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അലിവ് തോന്നുകയുണ്ടായി. കാരണം പ്രവാചകന്റെ മകളാണ്, പ്രവാചക പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ഒരാഭരണം. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം അത് കണ്ടപ്പോ നബി തിരുമേനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ നബി തിരുമേനി അബുൽ ആസിമിനെ
മക്കയിലേക്ക് ഈ മോചനദ്രവ്യം വാങ്ങി മക്കയിലേക്ക് തിരിച്ചയക്കുകയാണ്. തിരിച്ചയക്കുമ്പം സൈനബ റളിയല്ലാഹു അൻഹയെ തന്റെ മകളെ മദീനയിലേക്ക് പറഞ്ഞയക്കണം എന്നൊരു നിബന്ധനയോടുകൂടി അദ്ദേഹത്തെ വിട്ടയക്കുകയുണ്ടായി. അങ്ങനെ സൈനബ റളിയല്ലാഹു അൻഹ മദീനയിലെത്തുകയും ചെയ്തു. പിന്നീട് അബുൽ ആസിം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹബന്ധം അവർ തുടർന്നു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ആയത്ത് അവതരിച്ചത്. ഈ ആയത്ത് അവതരിച്ചതോടുകൂടി ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ ആ വിവാഹബന്ധം വേർപ്പെടും എന്നുള്ള കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ ബാക്കി ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.